അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കാം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് കള്ളൊഴിച്ച വട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ നാട് ശരിക്കും ഒരു ഗ്രാമത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മായൊന്നും ചേർക്കാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള കള്ള് കിട്ടും. ശരിക്കും ട്രഡീഷണലായിട്ട് വട്ടയപ്പം ഉണ്ടാക്കുന്നത് കള്ളൊഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ കള്ളൊഴിച്ചുണ്ടാക്കുന്ന വട്ടയപ്പത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ സാധാരണ എല്ലാവരും ഈസ്റ്റ് ഇട്ടിട്ടാണ് വട്ടയപ്പം ഉണ്ടാക്കുന്നത്. പക്ഷേ ഈസ്റ്റ് ഇട്ട് ഉണ്ടാക്കുന്ന വട്ടയപ്പത്തിനും ടേസ്റ്റ് ഉണ്ട്. പക്ഷേ കള്ളൊഴിച്ച് ഉണ്ടാക്കുന്ന വട്ടയപ്പത്തിന് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. പിന്നെ അതിന് ആ കള്ളിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള കള്ള് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ കള്ളൊഴിച്ചിട്ട് വട്ടയപ്പം ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ഡലി റൈസാണ് എടുത്തേക്കുന്നത്. വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചരി ആയിരുന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് വെറൈറ്റിയുള്ള പച്ചരി കിട്ടുന്നുണ്ട്. അപ്പോൾ ചില പച്ചരിക്ക് സ്റ്റാർച്ച് ഭയങ്കര കൂടുതലായിരിക്കും. അത് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴായിരുന്നാലും വട്ടയപ്പം ഉണ്ടാക്കുമ്പോഴായിരുന്നാലും സ്റ്റാർച്ച് കൂടുതലുള്ള പച്ചരി വെച്ചിട്ട് നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ അട പോലെ ഇരിക്കും. അതിങ്ങനെ നല്ല സോഫ്റ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 1 കിലോ ഇഡ്ഡലി റൈസാണ് എടുത്തേക്കുന്നത്. ഇഡ്ഡലി റൈസ് ഏറ്റവും ആദ്യം നന്നായിട്ട് കഴുകണം. അത് കഴിഞ്ഞിട്ട് ഇതൊരു 5 മണിക്കൂറെങ്കിലും നിങ്ങൾ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിരിക്കണം. ഇഡ്ഡലി റൈസ് ആയതുകൊണ്ട് ഇത് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടുതലെടുക്കും. അരി നന്നായിട്ട് കുതിർന്നില്ലെങ്കിൽ ഇത് നിങ്ങൾ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുമ്പോൾ ശരിക്കും അരഞ്ഞു കിട്ടില്ല. പിന്നെ വേണ്ടത് തേങ്ങയാണ്. ഞാനിതിലേക്ക് ഒരു വലിയൊരു തേങ്ങ മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട്. തേങ്ങയുടെ പാലായിട്ടല്ല ചേർക്കുന്നത്, തേങ്ങ അരച്ചിട്ടാണ് ഈ വട്ടയപ്പത്തിലേക്ക് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിതിലേക്ക് 30 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത്. ഇത് കള്ളൊഴിച്ചുണ്ടാക്കുന്ന വട്ടയപ്പം ആയതുകൊണ്ട് ഈ വട്ടയപ്പത്തിന് ചെറുതായിട്ടൊരു പുളിരസം ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മധുരം വേണം. പിന്നെ വട്ടയപ്പത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. പിന്നെ വട്ടയപ്പത്തിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കള്ളാണ് വേണ്ടത്. കള്ളെടുക്കുമ്പോൾ നല്ല പുളിയുള്ള കള്ളെടുക്കരുത്, ചെറുതായിട്ട് മധുരമുള്ള കള്ള് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഏലക്കായ പൊടിച്ചത് വേണം. ഏലക്കായ പൊടിച്ചത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഈ വട്ടയപ്പത്തിൻ്റെ ഈ മാവ് നമുക്ക് പൊന്തി വരാൻ വേണ്ടിയിട്ട് കുറഞ്ഞത് ഒരു 7 മണിക്കൂറെങ്കിലും എടുക്കും. ഈസ്റ്റ് ചേർത്തിട്ട് നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു 2 അല്ലെങ്കിൽ 3 മണിക്കൂറിനുള്ളിൽ മാവ് നന്നായിട്ട് പൊന്തി വരും. പക്ഷേ കള്ളൊഴിച്ചിട്ട് വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ മാവ് പൊന്തി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടുതലെടുക്കും. അപ്പോൾ നിങ്ങൾ തലേ ദിവസം രാത്രി നിങ്ങൾ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നേരം വെളുക്കുമ്പോഴേക്കും മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടാകും. പിന്നെ വട്ടയപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ ചെറുതായിട്ട് കനത്തിലുണ്ടാക്കാം, അല്ലെങ്കിൽ നല്ല കനം കുറച്ചിട്ടുണ്ടാക്കാം. ഒന്നല്ലെങ്കിൽ നിങ്ങൾ ആ വട്ടയപ്പം ഉണ്ടാക്കുന്ന ആ പാത്രത്തിലേക്ക് മാവ് ഒഴിക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ ഒരു 1/4 പാത്രം മാവ് ഒഴിക്കുക. അപ്പോൾ വട്ടയപ്പം നല്ല കനം കുറച്ചിട്ട് കിട്ടും. അല്ലെങ്കിൽ ഒരു അരപ്പാത്രം മാവ് ഒഴിക്കുക. അതിൽ കൂടുതൽ മാവ് ഒഴിക്കരുത്. ഒരുപാട് തിക്കായി പോയിട്ടുണ്ടെങ്കിൽ വട്ടയപ്പത്തിന് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ വട്ടയപ്പാക്കാന്ന്. ഞാനിവിടെ 1 കിലോ ഇഡ്ഡലി റൈസ് എടുത്തിട്ട് ഏറ്റവും ആദ്യം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇഡ്ഡലി റൈസ് ഒരു 5 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ടിടണം. പിന്നെ ഈ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് കള്ളാണ് വേണ്ടത്. ശരിക്കും വട്ടയപ്പം ട്രഡീഷണലായിട്ട് കള്ളൊഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇപ്പോൾ കള്ളൊന്നും നമുക്ക് ശരിക്കും വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഈസ്റ്റ് ഇട്ടിട്ടാണ് വട്ടയപ്പം ഉണ്ടാക്കുന്നത്. പക്ഷേ കള്ളൊഴിച്ചിട്ട് വട്ടയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ വട്ടയപ്പത്തിൻ്റെ പ്രത്യേക ടേസ്റ്റാണ്. വേണ്ടത് തേങ്ങയാണ്. ഞാനിതിലേക്ക് ഒരു വലിയൊരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഈ പച്ചരിയും പിന്നെ തേങ്ങയും കൂടിയിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കില്ല. വെള്ളത്തിന് പകരം കള്ളൊഴിച്ചിട്ടാണ് അരച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് കള്ള് ചേർക്കണം. പിന്നെ പഞ്ചസാര വേണം. ഈ കള്ളൊഴിച്ച വട്ടയപ്പാകുമ്പോൾ ഈ വട്ടയപ്പത്തിന് ചെറുതായിട്ടൊരു പുളിരസം ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം നന്നായിട്ടും പഞ്ചസാരയും വേണം. അപ്പോഴായിരിക്കും വട്ടയപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഏലക്കായ പൊടിച്ചത് വേണം. ഏലക്കായ പൊടിച്ചത് നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിതിലേക്ക് ഒരു 15 ഏലക്കായ പൊടിച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം ഈ കുതിർത്തി വെച്ചേക്കണ പച്ചരിയും പിന്നെ തേങ്ങയും പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കള്ളും കൂടിയും ചേർത്തിട്ട് ആദ്യം തന്നെ അരി നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കുക. അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ നിങ്ങളിതിലേക്ക് വെള്ളം ചേർത്തിട്ട് അരയ്ക്കണ്ട. വെള്ളം ചേർത്ത് അരച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ വട്ടയപ്പത്തിൽ വെള്ളം കൂടിപ്പോവും. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കള്ള് ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ വെള്ളത്തിന് പകരം കള്ള് ചേർത്തിട്ട് അരച്ചിട്ടെടുക്കുക. ഇനി ജാറിലേക്ക് പച്ചരി ചേർക്കുക. അരി കുതിർത്തി കഴിയുമ്പോൾ വെള്ളം നന്നായിട്ട് ഊറ്റിക്കളയണം. കാരണം അരിയിലൊക്കെ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ആവശ്യത്തിന് കള്ള് ഒഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. തേങ്ങ ചേർക്കാം. അരിയൊക്കെ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുമ്പോൾ ഒരുപാട് ഇട്ട് അരയ്ക്കാണ്ട് കുറേശ്ശെ ഇട്ടിട്ട് അരച്ചിട്ടെടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് അരഞ്ഞു കിട്ടും. ഇനി ഇതിലേക്ക് കള്ളൊഴിക്കുക.
അത് കള്ളെടുക്കുമ്പോഴായാലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് പുളിച്ചു പോയാൽ കള്ളെടുക്കരുത്. ചെറുതായിട്ട് മധുരമുള്ള കള്ളായിരിക്കും വട്ടയപ്പത്തിന് നല്ല ടേസ്റ്റ് കൊടുക്കാൻ. അത് കള്ളൊഴിക്കുമ്പോഴായിരുന്നാലും ഒരുപാട് കള്ളൊഴിക്കണ്ട, അരി അരഞ്ഞു കിട്ടാൻ ആവശ്യത്തിനുള്ള കള്ളൊഴിക്കുക. ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടിടുക. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് പകർത്തുക. ഇവിടെ ഇപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. 2 ദിവസമായിട്ട് നാട്ടിൽ നല്ല ചൂടായിരുന്നു. ഇപ്പോൾ നല്ല മഴ പെയ്യുന്നതിൻ്റെ സൗണ്ടാണ് ഞങ്ങൾ പുറത്ത് കേൾക്കുന്നത്. ഇതേപോലെ ബാക്കിയുള്ള തേങ്ങയും പച്ചരി കുതിർത്തിയതും പിന്നെ കള്ളും കൂടിയിട്ട് ഇതേപോലെ തന്നെ അരച്ചിട്ടെടുക്കുക. ഇതേപോലെ അരച്ചെടുക്കുമ്പോൾ ഇതേപോലെ കുറച്ച് തിക്കായിട്ട് തന്നെ അരച്ചെടുക്കുക. വട്ടയപ്പത്തിൻ്റെ മാവിലേക്ക് കുറുക്കി ചേർക്കാൻ വേണ്ടിയിട്ട് ആ കുതിർത്തി വെച്ചേക്കണ പച്ചരിയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ പച്ചരി നിങ്ങൾ ആദ്യം തന്നെ നീക്കി വെക്കണം. ഈ പച്ചരി വെള്ളം മാത്രം ചേർത്തിട്ട് അരച്ചെടുക്കണം. ഈ പച്ചരി നിങ്ങൾ അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് തേങ്ങയോ കള്ളോ ചേർക്കരുത്, വെള്ളം ചേർത്തിട്ട് അരച്ചിട്ടെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് കുറുക്കിയെടുക്കണം. ഈ 2 ടേബിൾ സ്പൂൺ പച്ചരിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇതും ഒന്ന് അരച്ചിട്ടെടുക്കുക. അപ്പോൾ ഞാനിവിടെ ആ 2 ടേബിൾ സ്പൂൺ പച്ചരി വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ അരച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല തിക്കായിട്ടാണ് അരച്ചെടുത്തേക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ കുറച്ച് നന്നായിട്ട് വെള്ളം ചേർക്കണം. ഇത് പാലും വെള്ളം പോലെ ഇരിക്കണം. എന്നാൽ മാത്രമേ ഇത് നമ്മൾ കുറുക്കിയെടുത്ത് കഴിയുമ്പോൾ ഈ അരിപ്പൊടി നന്നായിട്ട് വെന്തിട്ട് നല്ല തിക്കായിട്ട് വരുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കുക. ഇത്തിരി വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല, അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇത് നല്ല തിക്കായിട്ട് വരും. ഇതേപോലെ പാലും വെള്ളം പോലെ മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇത് അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കിയെടുക്കുക. ഇത് നന്നായിട്ടാണ്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് തിക്കായിട്ട് വരും. ഇതേപോലെ കുറുക്കി ചേർക്കുന്നത് വട്ടയപ്പം നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കുറുക്കി ചേർക്കുന്നത്. അത് കുറുക്കി ചേർക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ പച്ചരി മാത്രം എടുത്താൽ മതി, കൂടുതൽ കുറുക്കി ചേർക്കരുത്. ഇത് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ തിക്കായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നിർത്താണ്ട് ഇങ്ങനെ നല്ല സ്പീഡിൽ ഇളക്കാം. ഇത് പെട്ടെന്ന് അങ്ങോട്ട് തിക്കായി, ഇതേപോലെ നന്നായിട്ട് തിക്കായിട്ട് വരണം. ഈ തീ ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കണ മാവ് കുറച്ചും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഇത് കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചിടുക. അല്ലെങ്കിൽ ഇത് മാത്രം നമ്മൾ മിക്സിയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് അരഞ്ഞിട്ടാൻ വേണ്ടി പാടായിരിക്കും, ഇതിനകത്ത് വെള്ളം ഇല്ലാത്തതിന്. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കണ മാവും കൂടിയിട്ട് ഇതിലേക്ക് കുറച്ച് ചേർത്തിട്ട് ഈ കുറുക്കിയെടുത്തേക്കണ മാവ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ കുതിർത്തി വെച്ചേക്കണ പച്ചരിയും പിന്നെ തേങ്ങയും കള്ളും കൂടിയിട്ട് ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് അരച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെ കുറച്ച് തിക്കായിട്ട് അരച്ചിട്ടെടുക്കുക. കാരണം ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർക്കുമ്പോൾ ഇതൊന്നും കൂടി നന്നായിട്ട് വെള്ളമായിട്ട് വരും. ഏറ്റവും ലാസ്റ്റ് പിന്നെ ഇതിനകത്ത് വെള്ളം കുറവുണ്ടെങ്കിൽ നമുക്കതനുസരിച്ചിട്ട് കള്ള് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാനിവിടെ കുറുക്കി വെച്ചേക്കണ മാവ് മിക്സിയിലിട്ടിട്ട് ഈ അരച്ച് വെച്ചേക്കണ മാവും കൂടിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ചേർക്കാം. അത് കുറുക്കിയെടുത്തേക്കണ മാവ് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് അരച്ച് വെച്ചേക്കണ മാവും കൂട്ടിയിട്ടുണ്ടോ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തത്. അതുകൊണ്ടാണ് ഇത് കൂടുതലും മാവായിട്ട് തോന്നുന്നത്. ഇത് ഇതിനകത്തൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് പഞ്ചസാര ചേർക്കുക. പഞ്ചസാര ചേർക്കുമ്പോൾ ഈ മാവ് ഒന്നുകൂടി നന്നായിട്ട് ലൂസായിട്ട് വരും. നാട്ടിൽ കിട്ടുന്ന പഞ്ചസാരയുടെ തരിയൊക്കെയും കുറച്ച് വലിയ തരിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ പഞ്ചസാര ഇതിനകത്ത് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പഞ്ചസാര ചേർത്തപ്പോൾ ഈ മാവ് ഒന്നും കൂടി നന്നായിട്ട് ലൂസായിട്ടുണ്ട്. ഇപ്പോൾ ഈ ബാറ്ററിൽ പഞ്ചസാര നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ബാറ്റർ കുറച്ച് ലൂസായിട്ടുണ്ട്. ഇതൊന്നും കൂടി ഒന്ന് ലൂസാവണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി കള്ള് ചേർത്ത് കൊടുക്കാം. ഈ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ കള്ള് ചേർക്കുമ്പോൾ നിങ്ങളിതിലേക്ക് ചേർക്കണ കള്ള് നല്ല മധുരമുള്ള കള്ളാണെങ്കിൽ മാത്രമേ ഏറ്റവും ലാസ്റ്റ് കള്ള് തന്നെ ചേർത്തിട്ട് ഈ ബാറ്റർ ലൂസാക്കിയിട്ട് എടുത്താൽ മതി. അല്ലെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് കുറച്ച് സാധാരണ നമ്മൾ ടാപ്പിൽ വരുന്ന പച്ചവെള്ളം ചേർത്താലും മതി. ഞാനിവിടെ എടുത്തേക്കുന്ന കള്ള് നല്ല മധുരമുള്ള കള്ളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കള്ള് ചേർത്തിട്ടാണ് ഈ ബാറ്റർ ലൂസാക്കാൻ വേണ്ടിയിട്ട് പോണത്. അല്ലെങ്കിൽ നല്ല പുളിയുള്ള കള്ളാണെങ്കിൽ കള്ള് കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ വട്ടയപ്പത്തിന് ഭയങ്കര പുളിയായിപ്പോവും. ഈ ബാറ്ററിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. പഞ്ചസാര ചേർത്തേണ്ടതെന്ന് വെച്ചിട്ട് ഇതിലേക്ക് നിങ്ങൾ ഉപ്പ് ചേർക്കാതെ ഇരിക്കരുത്. ഉപ്പും കൂടിയിട്ട് ഇതിലേക്ക് നിങ്ങൾ ആ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം.
ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. അത് നിങ്ങൾ ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കാം. ഈ ഉപ്പും ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. വട്ടയപ്പം ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ബാറ്റർ നന്നായിട്ട് പൊന്തി വരാൻ വേണ്ടിയിട്ട് വെക്കണം. ഇത് പൊന്തി വരാൻ വേണ്ടിയിട്ട് ഒരു 7-8 മണിക്കൂർ എടുക്കും. അത് നിങ്ങൾ തലേ ദിവസം രാത്രി അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നേരം വെളുക്കുമ്പോഴേക്കും ഈ മാവ് നന്നായിട്ട് പൊന്തി വരും. ഈ മാവ് പൊന്തി വരാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കുക. ഞാനിത് മൂടി വയ്ക്കുന്നത് ഏറ്റവും ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ടയിട്ടിട്ടാണ് മൂടണത്. ഉള്ളിലേക്ക് പ്രാണികളൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലെ ഒരു ടവലിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ കവർ ചെയ്ത് വെക്കുന്നുണ്ട്. ഈ വട്ടയപ്പം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു 3/4 കുപ്പി കള്ളെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1 കുപ്പി കള്ളുണ്ടായിരുന്നു. ഇതിനകത്തൊരു 1/4 കുപ്പി കള്ള് മാത്രം ബാക്കിയുള്ളൂ. ഇപ്പോൾ വട്ടയപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്കായയുടെ പൊടി ചേർക്കുക. ഇതേപോലെ മാവ് നന്നായിട്ട് പൊന്തി വരണം. അപ്പോഴായിരിക്കും വട്ടയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. ഇതിലേക്ക് ഏലക്കായയുടെ പൊടി ചേർക്കുക. ഏലക്കായയുടെ പൊടി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കുക. ഇത് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്യുമ്പോഴായിരുന്നാലും ഇതേപോലെ പതുക്കെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ മാവ് ഒന്ന് താഴത്തേക്ക് ഇരുന്നിട്ടുണ്ട്. ഇത് കള്ളായതുകൊണ്ട് ഇതിങ്ങനെ താഴത്തേക്ക് ഇരുന്നാലും ഇത് ഇനി നിങ്ങളിപ്പോൾ തന്നെ ചുടണില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്നും കൂടി ഒന്ന് പൊന്തി വരും. അത് കള്ളിന് നല്ല വീര്യമുള്ളതുകൊണ്ടാണ് അതേപോലെ പൊന്തി വരുന്നത്. പക്ഷെ നമ്മൾ ഈസ്റ്റ് ഇട്ടിട്ടാണ് ഇതേപോലെ മിക്സ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് താഴത്തേക്ക് ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ മാവ് പൊന്തി വരില്ല. ഇത് കള്ളായതുകൊണ്ട് ഇത് 2 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്നും കൂടി ഒന്ന് പൊന്തി വരും. പ്ലേറ്റിൽ മാവ് കോരി ഒഴിക്കാൻ പോണതിന് മുമ്പ് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കണം. ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അത് ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് വട്ടയപ്പം റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പ്ലേറ്റിൽ നിന്ന് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ഈ പാത്രത്തിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത്. പിന്നെ ഇത് ആവിയിൽ വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് വേണം ഈ വട്ടയപ്പത്തിൻ്റെ പ്ലേറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് മാവ് ഒഴിക്കുക. മാവ് ഇതേപോലെ നന്നായിട്ട് പതഞ്ഞ് ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് പൊന്തി വരണം. എല്ലാവർക്കും വട്ടയപ്പം നല്ല സോഫ്റ്റായിട്ട് വരാം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ പ്ലേറ്റിലേക്ക് മാവ് ഒരു പകുതി ഒഴിച്ചിട്ടുണ്ട്. ഈ വട്ടയപ്പം റെഡി ആയിട്ട് വരുമ്പോൾ ഈ വട്ടയപ്പം നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ പ്ലേറ്റ് നിറച്ച് ഒഴിക്കരുത്, ഒരു പകുതി മാത്രം ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ അതിലും കനം കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ പകുതിനേക്കാളും കുറച്ച് കുറവൊഴിച്ചാലും മതി. ഇത് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അപ്പോൾ വട്ടയപ്പം ആവിയിൽ വേവിച്ചെടുക്കാൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിരുന്ന വെള്ളം നന്നായിട്ട് തിളച്ച് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ വട്ടയപ്പത്തിൻ്റെ ഈ പ്ലേറ്റ് വയ്ക്കുക. ഈ തീ നന്നായിട്ട് കൂട്ടി തന്നെ വയ്ക്കുക. എന്നിട്ട് മൂടി വയ്ക്കുക. ഒരു 10 മിനിറ്റിനുള്ളിൽ വട്ടയപ്പം റെഡിയായി കിട്ടും. ഇപ്പം മാവ് രണ്ടാമതും പൊന്തി വന്നിട്ടുണ്ട്. ആദ്യം മാവ് നന്നായിട്ട് പൊന്തി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഏലക്കായ ചേർത്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് ഞാൻ ഈ മാവിൽ നിന്ന് ഒരു 3 വട്ടയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള മാവ് ഞാൻ അങ്ങനെ തന്നെ വെച്ചു. എന്നിട്ടൊരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും മാവ് രണ്ടാമതും പൊന്തി വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ആദ്യം തന്നെ പൊന്തി വരുമ്പോൾ അത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ അത് പതുക്കെ ഒന്ന് താഴത്തേക്ക് ഇരുന്ന് പോകും. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ രണ്ടാമത് പൊന്തി വന്നു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ വട്ടയപ്പം ഉണ്ടാക്കണം. ഇതേപോലെ രണ്ടാമതും പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ വട്ടയപ്പം ഒന്നും കൂടി നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. ഇത് കള്ളായതുകൊണ്ടാണ് ഇതിങ്ങനെ 2-3 പ്രാവശ്യം ഈ മാവ് താഴത്തേക്ക് ഇരുന്ന് പോയാലും പൊന്തി വരുന്നത്. ഈസ്റ്റ് ആണെങ്കിൽ ഒരു പ്രാവശ്യം പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ താഴത്തേക്ക് ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പൊന്തി വരില്ല. കള്ളായതുകൊണ്ട് വീര്യം കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു 3 പ്രാവശ്യമെങ്കിലും മാവ് ഇതേപോലെ പൊന്തി വരും. 3-ാമത്തെ പ്രാവശ്യം പൊന്തി വരാൻ വേണ്ടിയിട്ട് വയ്ക്കരുത്. കാരണം 3-ാമത്തെ പ്രാവശ്യം പൊന്തി വരുമ്പോഴേക്കും മാവ് നന്നായിട്ട് പുളിച്ച് പോകും. ഇപ്പോൾ രണ്ടാമത് പൊന്തി വന്ന മാവും ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിക്കുക. ഇപ്പോൾ വട്ടയപ്പം വെന്തിട്ടുണ്ട്. ഈ വട്ടയപ്പം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10 മിനിറ്റാണ് ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്
ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വട്ടയപ്പം റെഡി ആയിട്ടുണ്ടാവും. ഈ ബാക്കിയുള്ള വട്ടയപ്പത്തിൻ്റെ മാവും ഇതേപോലെ തന്നെ ചുട്ടെടുക്കുക. അപ്പോൾ വട്ടയപ്പം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് വേണം പ്ലേറ്റിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ വട്ടയപ്പം നമുക്ക് നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടുള്ളൂ. എടുക്കാൻ പോണതിന് മുമ്പ് ഇതേപോലെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് വിടിച്ചു കൊടുക്കുക. ഈ വട്ടയപ്പം നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന വട്ടയപ്പമാണിത്. നമ്മൾ എടുത്തേക്കണ ഈ മാവ് വെച്ചിട്ട് ഇതേപോലത്തെ ഒരു 10 വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ മാവ് ഇതേപോലെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ മാവ് പിന്നെ അധികം നേരം വയ്ക്കരുത്. മാവ് കൂടുതൽ നേരം വയ്ക്കും തോറും വട്ടയപ്പത്തിന് പുളി കൂടി വരും. ഞാനിവിടെ ഒരു വട്ടയപ്പം നല്ല കനം കുറച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാനിവിടെ മാവ് ഈ പാത്രത്തിലേക്ക് ഒരു 1/4 പാത്രം മാത്രമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നല്ല കനം കുറഞ്ഞിട്ടുള്ള വട്ടയപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല കനം കുറഞ്ഞ വട്ടയപ്പം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാവ് മാത്രം ഒഴിച്ചിട്ട് ഇതേപോലെ കനം കുറച്ചിട്ട് വട്ടയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്.